രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുക തന്നെ ചെയ്യുമെന്ന് വെള്ളാപ്പള്ളി നടേശൻ. വിരട്ടൽ കണ്ട് പിന്മാറില്ല. ശാശ്വതികാനന്ദയുടെ മരണം കൊലപാതകമല്ലെന്നും ഏത് അന്വേഷണത്തിനും തയ്യാറാണെന്നും വെള്ളാപ്പള്ളി റിപ്പോർട്ടറിന്റെ ക്ലോസ് എൻകൗണ്ടറിൽ പറഞ്ഞു. രാഷ്ട്രീയ പാർട്ടി ഉണ്ടാകും. SNDP യോഗത്തിന്റെ നേതൃത്വത്തിൽ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുമെന്ന് വെള്ളാപ്പള്ളി നടേശൻ അസന്നിഗ്ധമായി വ്യക്തമാക്കി. രാഷ്ട്രീയ ശക്തിയാകാനുള്ള സാഹചര്യം രൂപപ്പെട്ടു കഴിഞ്ഞു. മൂന്നാം മുന്നണിയുടെ രക്ഷകർതൃത്വം BJPക്ക് കൊടുത്തിട്ടില്ല. വിരട്ടൽ കണ്ട് പിന്മാറില്ല. എന്ത് വിരട്ടൽ വന്നാലും തൻ്റെ ഇടത്തോടുകൂടി നിൽക്കും. ആരോടും എനിക്കൊരു വിധേയത്വമില്ല. രാഷ്ട്രീയ പാർട്ടി ഇവിടെ ഉണ്ടാകും. അതിനുള്ള എല്ലാ സാധ്യതകളും ഇടതുപക്ഷം തന്നെ ഇവിടെ ഉണ്ടാക്കി. ശാശ്വതികാനന്ദയുടെ മരണത്തെക്കുറിച്ചുള്ള ആരോപണങ്ങൾ വെള്ളാപ്പള്ളി തള്ളി. പോസ്റ്റ്മോർട്ടം നടത്തിയത് താൻ ഇടപെട്ടാണ്. അദ്വൈതാശ്രമത്തിൽ വെച്ച് പോസ്റ്റ്മോർട്ടം നടത്തിയതിലോ ഡോക്ടർ MN സോമൻ അവിടെ എത്തിയതിലോ അസ്വാഭാവികതയില്ല. ആ പോസ്റ്റ്മോർട്ടം നടത്തിച്ചതിൻ്റെ പ്രധാന കണ്ണി ഞാൻ തന്നെയാണ്. കാരണം നടത്താതെ കൊണ്ടുപോകാനാണ് സുഷ്മാനന്ദ സ്വാമി ഉൾപ്പെടെ ശ്രമിച്ചത്. ഇവരറിഞ്ഞപ്പോൾ ഡോക്ടർ സോമനോട് വന്നപ്പോൾ ഡോക്ടർ സോമനും ഈ ഒരു സർജൻ എന്ന നിലയിൽ അവിടെ ഉണ്ടായിരുന്നു. സർജൻ ഇതൊന്നും ചെയ്യാനൊന്നും അദ്ദേഹം ഒന്നുമില്ലായിരുന്നു. പ്രവീണിനെയോ പ്രിയനെയോ തനിക്ക് അറിയില്ലെന്ന് പറഞ്ഞ വെള്ളാപ്പള്ളി നടേശൻ ശാശ്വതികാനന്ദയുമായി താനോ തുഷാറോ വാക്കേറ്റത്തിൽ ഏർപ്പെട്ടിട്ടില്ലെന്ന് വിശദീകരിച്ചു. സത്യം പറഞ്ഞാൽ രാമൻ്റെ മുമ്പിൽ ഹനുമാനെ കൂട്ടി ശാശ്വതാനന്ദ മുമ്പിൽ തുഷാർ നിൽക്കാറുള്ളായിരുന്നു. അത്രയധികം വിനീത വിധേയനായിട്ടായിരുന്നു തുഷാർ ശാശ്വതാനന്ദ സ്വാമി എടുക്കുന്നത്. ദുബായ് വിമാനത്താവളത്തിൽ വെച്ച് വെള്ളാപ്പള്ളിയും ശാശ്വതികാനന്ദ സ്വാമികളും തമ്മിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ലപ്പാ. വിമാനത്താവളത്തിൽ വെച്ച് വഴക്കിടാൻ പോയാൽ അവിടെയുള്ളവർ വിട്ടേക്കുക. SN ട്രസ്റ്റിലെ നിയമനവും മൈക്രോ ഫിനാൻസും അടക്കം എല്ലാ ആരോപണങ്ങളിലും ഏത് തരത്തിലുള്ള അന്വേഷണവും നേരിടാൻ ഒരുക്കമാണെന്ന് വെള്ളാപ്പള്ളി നടേശൻ കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.